സാധ്യത നിർണ്ണയിക്കുക എന്നുള്ളതാണ്. രോഗം വരാനുള്ള സാധ്യത അത് നമുക്ക് പല പല സ്കോറിംഗ് സിസ്റ്റംസ് നേരത്തെ ഉണ്ടായിരുന്നു. ഫ്രാമിക്കാമ്പ് സ്കോർ, ABS സ്കോർ എന്നൊക്കെ പറയുന്ന ധാരാളം സ്കോർ ഉണ്ട്. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സ്കോറുകളെല്ലാം പ്രധാനമായിട്ടും വിദേശത്ത് ഉള്ള പഠനങ്ങൾ നടത്തിയ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തിയതാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനിൽ അത് കാര്യമായിട്ട് അത് യൂസ്ഫുൾ അല്ലായി. കാരണം അവിടുത്തെ ശൈലിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് യൂസ്ഫുൾ അല്ലായി. അതുകൊണ്ട് 2023 ലിക്വിഡ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയിലുമായിട്ട് മാത്രമായിട്ടൊരു സ്കോറിംഗ് സിസ്റ്റം രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അത് പ്രധാനമായിട്ടും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ചെറുതും വലുതുമായ പഠനങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും, നമ്മുടെ ഒരു അർബൻ ഏരിയയാണ്. അർബൻ ഏരിയയിലെ ഈ ഹൃദ്രോഗ സാധ്യതകളൊക്കെ നിർണ്ണയിക്കേണ്ട ഉദ്ദേശത്തോടും അതും നമ്മുടെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്, നമുക്ക് വേണ്ടത് രോഗിയുടെ ലിംഗം, ഏജ്, സെക്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ ഷുഗർ, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ ലെവൽ, സ്മോക്കിംഗ് ഹിസ്റ്ററി, അവരുടെ ഹൃദ്രോഗ സാധ്യത കൂട്ടുന്ന പല ഘടകങ്ങളൊക്കെ ഉണ്ട്. ഈ ഘടകങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഉദ്ദേശിക്കുന്നത് ഹൃദ്രോഗം വരാനുള്ള സാധ്യത ആയതുകൊണ്ട് തന്നെ ഇതുവരെ ഹൃദ്രോഗം വരാത്ത ആളുകൾ, അതുകൊണ്ട് ഒരു പ്രായം തന്നെ നിശ്ചയിച്ചിരിക്കുന്നത് നമ്മളൊരു 30 മുതൽ 65 വയസ്സ് വരെ. കാരണം 30 വയസ്സ് താഴെ ഹൃദ്രോഗ സാധ്യത വളരെ കുറവാണ്. 65 വയസ്സിൻ്റെ സ്വാഭാവികമായിട്ട് ഹൃദ്രോഗ സാധ്യത കൂടുതലുമാണ്. അങ്ങനെയുള്ളപ്പോഴത്തേക്ക് അവർ നോക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ടാണ് 30നും 65 എന്ന നമ്മൾ പ്രായപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. ഏകദേശം നമ്മൾ പറഞ്ഞതുപോലെ ഏകദേശം 2000-ഓളം പേരുടെയെങ്കിലും റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള ഫാസ്റ്റിംഗ് ഷുഗറും, അതുപോലെ ഷുഗർ റിപ്പോർട്ടും, അതുപോലെ കൊളസ്ട്രോൾ ലിപ്പിഡ് പ്രൊഫൈലുമാണ് വേണ്ടത്. ഇതെല്ലാം നമുക്ക് ആ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന സ്ഥലത്ത് തന്നെ ചെയ്യാൻ സംവിധാനം ഒരുക്കുകയാണ്. അതായത് നമ്മൾ ഷുഗർ നോക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ പുതിയതരം സാങ്കേതിക വിദ്യകൾ പ്രകാരം നമുക്ക് ഒരു ഡ്രോപ്പ് ഓഫ് ബ്ലഡിൽ നിന്ന് തന്നെ കൊളസ്ട്രോൾ ലിപ്പിഡ് പ്രൊഫൈൽ മൊത്തം അറിയാനുള്ള സംവിധാനങ്ങളുണ്ട്. ഈ രോഗിക്ക് ഒരു ലാബിൽ പോയി രക്തപരിശോധന ചെയ്ത് റിപ്പോർട്ട് കൊണ്ടുവരികയോ അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കൊടുത്ത് വേറെ ലാബിൽ വിടുകയോ സമയമെടുക്കുന്ന കാര്യമല്ല. ഇത് ഈ മെഷീനുകൾ നമ്മൾ എവിടെയാണോ ക്യാമ്പയിൻ നടക്കുന്നത് ആ ക്യാമ്പയിൻ നടക്കുന്നിടത്ത് കൊണ്ടുവരികയും നമ്മുടെ ഡ്രോപ്പ് ഓഫ് ബ്ലഡിൽ നിന്ന് ഷുഗറും ലിപ്പിഡ് പ്രൊഫൈലും മൊത്തം അറിയാനുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ആപ്പ് വഴി കയറി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഇങ്ങനെ എല്ലാം റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫോം ആയിരിക്കും, ഒരു റിപ്പോർട്ടായിരിക്കും രോഗിക്ക് കൊടുക്കുക എന്നുള്ളത് മനസ്സിലായത്. ഇതിനകത്ത് ഏത് കാറ്റഗറിയാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ടും ഏത് കാറ്റഗറിയിലാണ് അവർ റിസ്ക് എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. നമ്മൾ 5 കാറ്റഗറിയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് വെരി ലോ റിസ്ക് ആളുകൾ, ഹൃദ്രോഗ സാധ്യത കുറഞ്ഞ ആളുകൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് ഹൃദ്രോഗ സാധ്യത കുറഞ്ഞ ആളുകൾ. 2 ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ മോഡറേറ്റ് റിസ്ക് ആളുകൾ. 3 ഹൈ റിസ്ക് ആളുകൾ. 4 വെരി ഹൈ റിസ്ക് ആളുകൾ. 5 എക്സ്ട്രീം റിസ്ക് ആളുകൾ. സോ അങ്ങനെ ഒരു ഫോമാണ്. സോ നമുക്കറിയാൻ പറ്റും എൻ്റെ ഹൃദ്രോഗ സാധ്യത എത്രമാത്രമാണ്. അതിനനുസരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാം. ഉദാഹരണത്തിന് ഇത് എക്സ്ട്രീം റിസ്ക് കാറ്റഗറി എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനസ്സിലായത് ഇപ്പോൾ ഡോക്ടറെ കാണുകയോ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ പരിശോധിക്കുകയോ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ലോ റിസ്ക് ആളുകൾക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരിക്കാം. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹൃദ്രോഗ സാധ്യത മനസ്സിലാക്കുക അറിയുക എന്നുള്ളതാണ്. നമ്മൾ ആരും ഈ 0 റിസ്ക് ഉള്ള ആളുകളല്ല. നമുക്ക് ഏതെങ്കിലും ഒരു റിസ്ക് കാറ്റഗറിയിൽ പെടുന്ന ആളായിരിക്കും നമ്മൾ. സോ ആ റിസ്ക് കാറ്റഗറി കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് ആരോഗ്യം സംരക്ഷിക്കാനുള്ള മരുന്നോ അല്ലാതെ വ്യായാമമോ ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങളിൽ കൂടെ നമുക്ക് ഈ കാര്യങ്ങളിൽ ഹൃദ്രോഗം തടയാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട്, ഇതാണ് നമ്മൾ ക്യാമ്പയിനിൽ കൂടെ ഉദ്ദേശിക്കുന്നത്.